അടുത്ത ദിവസം കഥ കേൾക്കാൻ വീണ്ടും കുഞ്ഞുമക്കളെത്തി. പിന്നെ താമസിച്ചില്ല, മുത്തച്ഛൻ കഥ തുടർന്നു. സിദ്ധാശ്രമത്തിൽ നിന്ന് 4-ാം ദിവസം വിശ്വാമിത്രനും രാമലക്ഷ്മണന്മാരും വിദേഹരാജ്യത്തേക്ക് പുറപ്പെട്ടു. അവിടുത്തെ രാജാവ് ജനകനാണ്. രാജകൊട്ടാരത്തിൽ ശിവൻ സമ്മാനിച്ച മഹേശ്വര ശാപം സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. ദിവ്യായുധത്തെ ദിവസവും പൂജിച്ച് ജനക മഹാരാജാവ് സിംഹാസനത്തിൽ കയറും. ആ വില്ലിൻ്റെ പേരാണ് ത്രയംബകം. പരമശിവന്റെ സ്ഥാനം തന്നെയാണ് വില്ലിനുള്ളത്. വില്ലിനോടുള്ള ആദരവും പൂജയും ഒരു യജ്ഞം പോലെ തന്നെ കൊണ്ടാടുന്നു. ആ യജ്ഞത്തിൽ പങ്കെടുക്കുന്നതിനും ജനക മഹാരാജാവിനെ പരിചയപ്പെടുന്നതിനും വേണ്ടിയാണ് വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരെ വിദേഹരാജ്യത്തേക്ക് കൊണ്ടുപോകുന്നത്. പോകുന്ന വഴിയിലാണ് ഗൗതമ മഹർഷിയുടെ ആശ്രമം. വിശ്വാമിത്രനും രാമലക്ഷ്മണന്മാരും ഗൗതമന്റെ പുണ്യാശ്രമത്തിൽ കയറി. ബ്രഹ്മാവിൻ്റെ മകളായ അഹല്യാദേവി ഒന്നിച്ച് ഗൗതമ മഹർഷി അവിടെ താമസിച്ചിരുന്നതാണ്. മനോഹരമായ പരിസരം, ദിവ്യപുഷ്പങ്ങളും വൃക്ഷലതാദികളും നിറഞ്ഞു നിൽക്കുന്നു. ഇവിടെ ദുഷ്ടജന്തുക്കളില്ല, മനസ്സിന് കുളിർമ നൽകുന്നിടം. ഗൗതമ മഹർഷി ഒരിക്കൽ കോപം പൂണ്ട് അഹല്യാദേവിയെ ശപിച്ചു. നീ കല്ലായി പോട്ടെ. അന്നു മുതൽ ദേവി ശിലയാണ്. മഞ്ഞും മഴയും വെയിലും സഹിച്ചു കിടക്കുന്നു. എന്താണ് അഹല്യാദേവിയുടെ ശാപകഥ? പറയാം. ഗൗതമ മുനി മഹാവിഷ്ണുവിനെ തപസ്സു ചെയ്തിരുന്ന കാലം. മുനിയുടെ ബ്രഹ്മചര്യ നിഷ്ഠയിൽ ബ്രഹ്മദേവൻ സന്തോഷിച്ചു. അഹല്യയെ ഗൗതമന് ദാനം ചെയ്തു. അവർ സുഖമായി ആശ്രമത്തിൽ താമസിച്ചു. ഒരു ദിവസം ദേവേന്ദ്രൻ അഹല്യാദേവിയെ കണ്ടു മോഹിച്ചു. മോഹം വർദ്ധിച്ച ഇന്ദ്രൻ ഗൗതമന്റെ വേഷത്തിൽ ആശ്രമത്തിലെത്തി. മഹർഷി പുറത്തു പോയിരിക്കുകയായിരുന്നു. ഗൗതമന്റെ വേഷം കെട്ടാൻ ദേവേന്ദ്രന് എളുപ്പമാണ്. അദ്ദേഹം മായാവിയാണ്. ഏത് രൂപം വേണോ അത് മനസ്സിൽ ധ്യാനിച്ചാൽ മതി. അല്പസമയത്തിനുള്ളിൽ ആ രൂപമായി മാറും. അഹല്യാദേവിയെ വഞ്ചിക്കാൻ ദേവേന്ദ്രൻ മടി കാണിച്ചില്ല. ദേവിയെ പ്രാപിച്ച് ദേവേന്ദ്രൻ മടങ്ങുമ്പോൾ ഗൗതമ മഹർഷി ആശ്രമത്തിലേക്ക് കടന്നു വന്നു. ദിവ്യദൃഷ്ടി കൊണ്ട് എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. ദേവേന്ദ്രൻ ഭയം കൊണ്ട് കിടുകിടാ വിറച്ചു. കോപിഷ്ഠനായ മുനി രണ്ടുപേരെയും ശപിച്ചു. അഹല്യയ്ക്ക് ഏറ്റ ശാപമാണ് ശിലാജന്മം. മഹർഷി ശ്രീരാമന് ആ ശില കാട്ടിക്കൊടുത്തു. അഹല്യാദേവിയെ പവിത്രമാക്കുക. മുനിശാപത്തിൽ നിന്ന് മോക്ഷം കാത്ത് അവൾ കാത്തിരിക്കുകയാണ്. വിശ്വാമിത്രൻ പറഞ്ഞു. ഭഗവാൻ ശ്രീരാമൻ കല്ല് കാലുകൊണ്ട് തൊട്ടു. കല്ല് പിളർന്ന് സുന്ദരിയായ അഹല്യ പുറത്തു വന്നു. അവൾ ശ്രീരാമനെ നമസ്കരിച്ചു. ഭഗവാന്റെ അനുഗ്രഹത്താൽ മുക്തി നേടി അവൾ ഗൗതമന്റെ അടുത്തേക്ക് പോയി. വിശ്വാമിത്രനും രാജകുമാരന്മാരും വിദേഹരാജ്യത്ത് കടന്നു. മുനിമാരുടെ താവളം കണ്ടെത്തി. അവിടെ ഒരു ആശ്രമത്തിൽ താമസിച്ചു. വിശ്വാമിത്രൻ വന്ന ആ വാർത്തയറിഞ്ഞ് ജനക മഹാരാജാവ് സന്തോഷിച്ചു. രാജഗുരുവിനെയും കൂട്ടി വന്ന് സാഷ്ടാംഗം നമസ്കരിച്ച് വിശ്വാമിത്രനെ പൂജിച്ചു. നരനാരായണന്മാരെ പോലെ ശോഭിക്കുന്ന രാജകുമാരന്മാർ ആരാണ്? വിശ്വാമിത്രൻ ജനക മഹാരാജാവിന് അവരെ പരിചയപ്പെടുത്തി. യാഗരക്ഷയ്ക്ക് വേണ്ടി താൻ കൂട്ടിക്കൊണ്ടു പോന്നതാണ്. ദുഷ്ടരായ നിരവധി രാക്ഷസന്മാരെ അവർ കൊന്നു. മായാവികളായ മാരീചനെയും സുബാഹുവിനെയും അമർച്ച ചെയ്തു. ഇനി മടങ്ങണം. എല്ലാ വിവരങ്ങളും വിശ്വാമിത്രൻ ജനകന് നൽകി. അതിനു മുമ്പ് ഒരു കാര്യം. അതെന്താ? ശൈവജാപം രാജകുമാരന്മാർക്ക് കാട്ടിക്കൊടുക്കണം. വില്ലാളികൾക്കല്ലേ വില്ലിൻ്റെ മഹത്വം അറിയൂ. മിടുക്കന്മാർക്ക് വില്ല് കാട്ടിക്കൊടുക്കാൻ ജനകന് സന്തോഷമാണ്. വില്ല് രാജസന്നിധിയിൽ എത്തിക്കാൻ മന്ത്രിക്ക് കൽപ്പന നൽകി. വില്ല് എടുത്തു കൊണ്ടുവരാൻ അത്ര എളുപ്പമല്ല. അത് ചുമക്കാൻ തന്നെ 500 പേര് വേണം. അത്രയ്ക്കുണ്ട് ഭാരം. അതിനിടയിൽ വില്ല് കുലച്ചാലത്തെ വ്യവസ്ഥകൾ ജനകൻ വിശ്വാമിത്രനെ ധരിപ്പിച്ചു. ജനകന്റെ മകളാണ് സീത. സുന്ദരിയും സുശീലയുമാണ്. അവളെ ഒരു അവതാരമായി കരുതുന്നു. എൻ്റെ സർവ്വ ഐശ്വര്യത്തിനും അവളാണ് കാരണക്കാരി. പണ്ട് നടത്തിയ യാഗവും യജ്ഞവും കൊണ്ട് കാർഷികാഭിവൃദ്ധി ഉണ്ടായി. അന്ന് നിലം ഉഴുമ്പോൾ ഇവളെ കണ്ടു. ഉഴവുചാലിൽ ഒരു ദിവ്യ ശിശു, അതാണ് സീത. ഉഴവുചാലിൽ നിന്ന് ലഭിച്ചതിനാലാണ് അവൾ സീതയായത്. അവൾ വളർന്നു വലുതായി. പിന്നീടാണ് അറിഞ്ഞത് അവൾ മഹാലക്ഷ്മിയാണെന്ന്. എവിടെയോ മഹാവിഷ്ണു അവതരിച്ചിട്ടുണ്ട് പോലും, ജനകൻ വ്യക്തമാക്കി. ലക്ഷ്മി ദേവി മഹാവിഷ്ണുവിനോട് തന്നെ ചേരട്ടെ. ഈ വ്യവസ്ഥകൾ അതിന് ഉപകരിക്കട്ടെ. വില്ല് കുലയ്ക്കാൻ ശക്തിയുള്ളവൻ സാധാരണക്കാരനാകില്ല. അതാരായിരുന്നാലും അയാൾ സീതയ്ക്ക് പതിയായിടും. ഇതാണ് വ്യവസ്ഥ. ധാരാളം രാജാക്കന്മാർ വന്നുപോയി. ഒരാൾക്കും വില്ല് കുലയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല.
ആര് വില്ല് കുലച്ചാലും സീത അവനെ സ്വീകരിക്കും. ഇത്രയും മാഹാത്മ്യം ആ വില്ലിനുണ്ടെങ്കിൽ അത് കുലയ്ക്കുക തന്നെ. ശ്രീരാമന് ആവേശം തോന്നി. വില്ലെത്തി. ശ്രീരാമൻ എഴുന്നേറ്റ് വസ്ത്രം മരയിൽ മുറുക്കിക്കെട്ടി വില്ല് പരിശോധിച്ചു. എല്ലാവരും നോക്കി നിൽക്കെ ഇടത് കൈകൊണ്ട് വില്ല് നിഷ്പ്രയാസം തൂക്കിപ്പിടിച്ചു. ഞാൻ വലിച്ചു കെട്ടി. വലത് കൈകൊണ്ട് വലിക്കാൻ ശ്രമിച്ചു. പെട്ടെന്ന് ഉഗ്രശബ്ദം. എല്ലാവരും പരസ്പരം നോക്കി. അത് വില്ലൊടിഞ്ഞതിൻ്റെ ശബ്ദമാണ്. സ്വർഗം, ഭൂമി, പാതാളം മൂന്ന് ലോകത്തും ആ ശബ്ദം മുഴങ്ങിക്കേട്ടു. ദേവകൾ ആകാശത്തു നിന്ന് പൂക്കൾ വിതറി. ഋഷിമാർ സ്തുതിച്ചു. വേദവാദ്യങ്ങൾ മുഴങ്ങി. അപ്സരസുകൾ നൃത്തം ചെയ്തു. ശ്രീരാമൻ തല ഉയർത്തി നോക്കി. അതാ സീതാദേവി അരമനയിൽ നിന്ന് പതുക്കെ നടന്നു വരുന്നു. കനകവർണ്ണമുള്ള സുന്ദരി. തൊട്ടടുത്ത് ആഭരണങ്ങൾ അണിഞ്ഞ് തലകുനിച്ച് വരണമാല്യ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. ഒരു നിമിഷം വരണമാല രാമന്റെ കഴുത്തിൽ വീണു. ജനക മഹാരാജാവ് ഓടിയെത്തി. സന്തോഷം കൊണ്ട് കണ്ണു കാണുന്നില്ല. ശ്രീരാമനെ വാരി പുണർന്നു. 4-ാം ഭാഗം. കുട്ടികളെ അടുത്തു വിളിച്ചിരുത്തി മുത്തച്ഛൻ കഥ തുടർന്നു. സീത ശ്രീരാമനെ വരിച്ചു. ജനക മഹാരാജാവിൻ്റെ ആഗ്രഹവും ഭഗവാന്റെ ഇച്ഛയും നടന്നു. സീതാ സ്വയംവര വാർത്ത ജനകൻ ദശരഥനെ അറിയിച്ചു. ദശരഥൻ അത്ഭുതപ്പെട്ടു. ഉടൻ മിഥിലയിലേക്ക് പോണം. വാർത്തയറിഞ്ഞ് വസിഷ്ഠ ഗുരു പത്നി സമേതനായി എത്തി. നിമിത്തങ്ങളെല്ലാം ലോക നന്മയ്ക്കുള്ളതാണ്. ദശരഥനെ രാജഗുരു ഉപദേശിച്ചു. സേനയും സേനാനായകന്മാരും മന്ത്രിമാരുമൊത്ത് ദശരഥൻ യാത്രയ്ക്ക് തയ്യാറായി കഴിഞ്ഞു. കുലഗുരു വസിഷ്ഠൻ ഭാര്യയോടുകൂടി രാജ്ഞിമാർക്കൊപ്പം മുന്നിനെ രഥത്തിൽ കയറി. നിമിഷങ്ങൾ കൊണ്ട് എല്ലാവരും മിഥിലാപുരിയിലെത്തി. രാജഗുരുവായ ശതാനന്ദനോടൊപ്പം ജനകൻ ദശരഥനെ എതിരേറ്റ് സൽക്കരിച്ചു. എല്ലായിടത്തും രാമനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളെപ്പറ്റിയുമുള്ള വർണ്ണനയാണ്. സ്ത്രീകൾക്ക് പറയാനുള്ളത് സീതയുടെ ഭാഗ്യത്തെക്കുറിച്ച് മാത്രമാണ്. രാമലക്ഷ്മണന്മാർ പിതാവിനെ വണങ്ങി വിനീതരായി നിന്നു. വിശ്വാമിത്രൻ സംഭവങ്ങളെല്ലാം വിസ്തരിച്ചു പറഞ്ഞു. ദശരഥൻ ആനന്ദം കൊണ്ട് വീർപ്പുമുട്ടി. മക്കളെ മാറി മാറി പുണർന്നു. എല്ലാവരും മഹാവിഷ്ണുവിൻ്റെ അംശങ്ങളാണല്ലോ. 4 കുമാരന്മാരുടെയും വിവാഹങ്ങൾ ഒരുമിച്ച് നടത്തണം. 2 രാജാക്കന്മാരും കുടുംബാംഗങ്ങളും ഭരണാധികാരികളും ചേർന്ന് വിവാഹത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. വസിഷ്ഠ ഗുരുവും ശതാനന്ദ ഗുരുവും ചർച്ചകൾക്ക് നേതൃത്വം നൽകി. ജനകപുത്രിമാരായ സീതയെ ശ്രീരാമനും ഊർമിളയെ ലക്ഷ്മണനും ജനക സഹോദരൻ കുശധ്വജന്റെ പുത്രിമാരായ മാണ്ഡവിയെ ഭരതനും ശ്രുതകീർത്തിയെ ശത്രുഘ്നനും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. വസിഷ്ഠനെയും വിശ്വാമിത്രനെയും പുരോഹിതൻ ശതാനന്ദൻ ശ്രീരാമന്റെ ഇരുവശത്തും ഇരുത്തി പൂജിച്ചു. ഹോമാഗ്നി ജ്വലിച്ചു. ജനകനും രാജ്ഞിയും കൂടി സീതയെ മണ്ഡപത്തിലേക്ക് ആനയിച്ചു. ജനകൻ മകളുടെ കൈപിടിച്ച് ശ്രീരാമന് നൽകി. ജലവും അക്ഷതവും ചേർത്ത് അഗ്നിസാക്ഷിയായി പാണിഗ്രഹണ വിധിപ്രകാരം അവർ വിവാഹിതരായി. അതിനുശേഷം ക്രമത്തിൽ എല്ലാവരുടെയും വിവാഹം നടന്നു. എല്ലാ മക്കളും ഭാര്യമാരോടൊപ്പം വിളങ്ങി. രാവണ നിഗ്രഹത്തിനുള്ള തുടക്കം കുറിച്ചു കഴിഞ്ഞു. ഭഗവാന്റെ ആഗ്രഹമനുസരിച്ച് ശിവന്റെ ത്രയംബകം എന്ന വില്ല് പന്തയ വസ്തുവായി തീർന്ന് വിഷ്ണു ലക്ഷ്മി ബന്ധമുണ്ടായി. ജനകന്റെ ജന്മം സഫലമായി. സ്വർണ്ണ നാണയങ്ങളും 10,000 രഥവും 10 ലക്ഷം കുതിരകളെയും 1 ലക്ഷം കാലാൽപ്പടയും അയോധ്യാധിപന് നൽകി. ഭർത്താക്കന്മാരുടെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കണം. അതിൽ താല്പര്യക്കുറവ് കാട്ടരുത്. ഭർത്താവിനെ അനുസരിക്കണം. പാതിവൃത്യനിഷ്ഠ ഉണ്ടാവണം. അമ്മമാർ കൂട്ടത്തോടെ ഉപദേശിച്ചു, ആശീർവദിച്ചു. ഗംഭീരമായ കല്യാണ സദ്യ കഴിഞ്ഞ് എല്ലാവരും വാദ്യഘോഷത്തോടെ സൈന്യസമൂഹം അയോധ്യയിലേക്ക് മടങ്ങി. വിവാഹസംഘം യാത്ര ആരംഭിച്ചതു മുതൽ ദുശ്ശകുനങ്ങളാണ്. ഭയപ്പെടേണ്ടെന്ന് കുലഗുരു വസിഷ്ഠൻ പറഞ്ഞിട്ടും ആർക്കും വിശ്വാസം വരുന്നില്ല. പേടി വിട്ടുമാറുന്നില്ല. പെട്ടെന്ന് 2 കൈയും നീട്ടി വഴി തടഞ്ഞുകൊണ്ട് ഒരു ജടാധാരി പ്രത്യക്ഷപ്പെട്ടു. അതെ, പരശുരാമൻ തന്നെ, സാക്ഷാൽ പരശുരാമൻ. ശക്തിശാലിയായ കാർത്തിവീരനെ വകവരുത്തി ക്ഷത്രിയകുലത്തെ മുടിച്ചവൻ. ക്ഷത്രിയകുലത്തിൻ്റെ ജന്മശത്രു, ജമദഗ്നി മഹർഷിയുടെ പുത്രൻ. കാർത്തിവീരൻ്റെ മക്കൾ അച്ഛനെ കൊന്നപ്പോൾ മുതൽ ആരംഭിച്ചതാണ് ഈ ക്ഷത്രിയ വിരോധം. ശൈവജാപമായ ത്രയംബകം ഒടിഞ്ഞ ശബ്ദം കേട്ട് ക്രുദ്ധനായാണ് പരശുരാമൻ്റെ വരവ്. തൻ്റെ ഗുരുവായ മഹാദേവന്റെ ചാപം കുലച്ച ചപലൻ ആരെന്ന ഭാവമാണ് പരശുരാമന്. പരശുരാമന്റെ ഭീകര കഥകളെക്കുറിച്ചോർത്തപ്പോൾ ദശരഥന് എല്ലാ ധൈര്യവും കൈവിട്ടുപോയി. മക്കളെ രക്ഷിക്കണം, ദശരഥൻ പരശുരാമനോട് അപേക്ഷിച്ചു. എന്നാൽ ഒരു പ്രതികരണവും പരശുരാമനിൽ നിന്ന് ഉണ്ടായില്ല. അദ്ദേഹം അലറി വിളിച്ചു പറഞ്ഞു, നീ രാമൻ എന്ന എൻ്റെ പേര് കൊണ്ടു നടന്നതുകൊണ്ടൊന്നും കാര്യമില്ല. ക്ഷത്രിയനാണെങ്കിൽ എന്നോട് യുദ്ധം ചെയ്യ്. എൻ്റെ പക്കൽ വിഷ്ണു ചാപമുണ്ട്. ധൈര്യമുണ്ടെങ്കിൽ അത് കുലയ്ക്ക്. എന്നിട്ട് എന്നോട് യുദ്ധം ചെയ്യും.
അല്ലെങ്കിൽ നീ ഒന്നുമല്ല, എല്ലാറ്റിനെയും ഞാൻ കൊന്നുകളയും. ക്ഷത്രിയരുടെ അന്തകനാണ് പരശുരാമൻ. പരശുരാമന്റെ വാക്കുകൾ കേട്ട് ശ്രീരാമൻ മറുപടി ഒന്നും പറഞ്ഞില്ല. മൗനമാണ് വിദ്വാനുഭൂഷണം. വിനയാന്വിതനായി രാമൻ പരശുരാമനെ ഒന്ന് നോക്കി. തുടർന്ന് പരശുരാമന്റെ കയ്യിൽ നിന്ന് വിഷ്ണുചാപം വാങ്ങി ഞാൽ വലിച്ചു കെട്ടി ആവനാഴിയിൽ നിന്ന് അമ്പെടുത്ത് തൊടുത്തു. കാണിച്ചു തരൂ, ബാണത്തിന് ലക്ഷ്യം കാട്ടിത്തരൂ. അതായിരുന്നു ശ്രീരാമന്റെ ആവശ്യം. ബാണം മയക്കാൻ പറഞ്ഞവന്റെ ചുമതലയാണ് ലക്ഷ്യം കാണിച്ചു കൊടുക്കൽ. ശരം വിഫലമായാൽ വിപത്ത് വലുതായിരിക്കും. പരശുരാമൻ പണ്ട് മഹാവിഷ്ണു പറഞ്ഞത് ഓർക്കുന്നു. ഭഗവാൻ മഹാവിഷ്ണു ദശരഥപുത്രൻ ശ്രീരാമനായി അവതരിക്കും. അന്ന് പരശുരാമന്റെ തേജസ് രാമന് നൽകണം. അതെ, ഈ നിൽക്കുന്നത് മഹാവിഷ്ണു തന്നെ. താൻ ചെയ്ത പുണ്യം നിന്റെ ബാണത്തിന് ലക്ഷ്യമായി തീരട്ടെ. പരശുരാമൻ ശ്രീരാമനെ അനുഗ്രഹിച്ച് മഹേന്ദ്രഗിരിയിലേക്ക് പോയി. വിവാഹ ഘോഷയാത്ര അയോധ്യയിലേക്ക് നീങ്ങി. ആഹ്ലാദത്തോടെ അയോധ്യ എല്ലാവരെയും സ്വീകരിച്ചു. എന്നാൽ എല്ലാ മക്കളുമായി സന്തോഷം പങ്കുവച്ച് അധികനാൾ അയോധ്യയിൽ കഴിയാനുള്ള ഭാഗ്യം ദശരഥന് ഉണ്ടായില്ല. യുധാജിത്ത് കൈകേയിയുടെ സഹോദരനാണ്. ഭരതന്റെ അമ്മാവൻ, കേകയത്തിലെ രാജാവ്. ശത്രുക്കളെ അമർച്ച ചെയ്യാൻ സുധാജിത്ത് ഭരതന്റെ സഹായം ആവശ്യപ്പെട്ടു. ശത്രുഘ്നന് ഭരതനെ പിരിഞ്ഞിരിക്കാൻ വയ്യ. അമ്മാവന്റെ ആഗ്രഹം തള്ളാനൊക്കുമോ? ദശരഥന്റെ അനുവാദം വാങ്ങി രണ്ടുപേരും കേകയത്തിന് പോയി. ശ്രീരാമൻ സീതാസമേതനായി അയോധ്യയിൽ വർത്തിച്ചു. ഇന്നത്തെ കഥ പറച്ചിൽ കഴിഞ്ഞു. ഇനി എല്ലാവരും കൂടി പോയി കിടന്ന് ഉറങ്ങിക്കൊള്ളൂ, മുത്തച്ഛൻ പറഞ്ഞു നിർത്തി. കുട്ടികളെ അമ്മമാർ കൂട്ടിക്കൊണ്ടുപോയി.